തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിൽ പ്രതിഷേധം. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. മിഴി തുറക്കാത്ത വിളക്കുകൾ, ഇരുട്ടിലായ തെരുവുകൾ, ആട്ടുകല്ലിന് കാറ്റുപിടിച്ചതുപോലെയുള്ള LDF ഭരണ നേതൃത്വം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിനെ തുടർന്ന് പന്തം കൊളുത്തിയാണ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF പാർലമെന്ററി പാർട്ടി മുൻ ചെയർമാൻ ഗോകുലം അനിൽ ഉദ്ഘാടനം ചെയ്തു. അത് താലൂക്ക് തലത്തിൽ എന്നുള്ളതല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മുതൽ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എല്ലാവർക്കും ഒരു അജണ്ട മാത്രമാണുള്ളത്. അവർ ഇതേപോലെയാണ് കേരളത്തിലെ അടുത്ത മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് PSC പോലും സ്വകാര്യവൽക്കരിച്ചത്. കാരണം PSCയില് എഴുതി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പോലീസിലായാലും ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും PSCയെ പ്രൈവറ്റ്വൽക്കരിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ആളുകളെ തിരികെ കയറ്റുന്ന ഒരു സംവിധാനം കേരള സംസ്ഥാനത്ത് മുഴുവനായി നടപ്പാക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 4-1 35 സീറ്റ് കൊണ്ട് LDF തൃപ്തിപ്പെടേണ്ടി വന്നത്. തുണ്ടിൽ നൌഷാദ്, അനിൽ പനപ്പെട്ടി, തസ്നി, നബീസത്ത, റിയാസ് പനപ്പെട്ടി, നിസാർ പള്ളിശ്ശേരിക്കൽ, സൈറസ് പോൾ, സ്റ്റാലിൻ എന്നിവർ പങ്കെടുത്തു. ഈ തെരുവിളപ്പ് മെയിൻ്റെനൻസ് നടത്തുന്ന വ്യക്തികളുടെ കോൺട്രാക്ട് കാലാവധി അവസാനിക്കുകയും മാർച്ച് 30-ന് ശേഷം ഈ 3 മാസമായണക്കെ അതിന് നടപടി സ്വീകരിക്കാതെ 3 മാസക്കാലമായി ഈ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളെ ഇരുട്ടിലാക്കി LDFന്റെ ഭരണ നേതൃത്വം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുന്നത്. ഈ സമരം ഒരു സൂചനാ സമരമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.